മക്കളെ, ജാനുവരി 29 ഷിഫ്റ്റ് 2-ലെ 21th ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോകുന്നു. 21th ക്വസ്റ്റ്യൻ നമുക്കറിയാം, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്കറിയാം. അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത കോംപ്ലക്സ് നമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലേ? ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി ദി റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ x² മൈനസ് റൂട്ട് 6x പ്ലസ് 3 ഈക്വൽ ടു 0. such that imaginary part of alpha less than imaginary part of beta. ആൽഫയും ബീറ്റയും ഈ ഇക്വേഷന്റെ രണ്ട് റൂട്ടാണ്. അല്ലേ? ലെറ്റ് എ കോമ ബി ബി ഇൻഡിജേഴ്സ് നോട്ട് ഡിവിസിബിൾ ബൈ 3. എയും ബിയും ഇൻഡിജർ ആണ്, നോട്ട് ഡിവിസിബിൾ ബൈ 3 ആണ്. ആൻഡ് എൻ ബി എ നാച്ചുറൽ നമ്പർ. Then alpha raised to 99 divided by beta plus alpha raised to 98 is equal to, അത് എത്രയാണെന്ന് പറയുന്നുണ്ട്. ഏതാ? 3 raised to n into a plus ib എന്ന ഫോമിലാണ്. i എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -1 ആണ്. Then n plus a plus b is equal to dash. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ x² മൈനസ് റൂട്ട് 6x പ്ലസ് 3 ഈക്വൽ ടു 0യുടെ റൂട്ടാണ് ആൽഫയും ബീറ്റയും. അപ്പോൾ ആൽഫയും ബീറ്റയും എന്താണെന്ന് ആദ്യം കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ആൽഫ അഥവാ ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ റൂട്ട് 6 പ്ലസ് ഓർ മൈനസ് എന്താണ് വേണ്ടത്? b² എന്ന് പറഞ്ഞാൽ 6 മൈനസ് 4ac എന്ന് പറഞ്ഞാൽ 12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ റൂട്ടിനുള്ളിൽ 6 മൈനസ് 12 എന്ന് പറഞ്ഞാൽ -6 ആണ്. റൂട്ട് -6 എന്ന് പറഞ്ഞാൽ i റൂട്ട് 6 ആണ്. അതുകൊണ്ട് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാ? റൂട്ട് 6 പ്ലസ് i റൂട്ട് 6 ബൈ 2 എന്ന് എഴുതാ. ഈസ് ഈക്വൽ ടു റൂട്ട് 6 കോമൺ ഔട്ട് ചെയ്യുന്ന റൂട്ട് 6 ബൈ 2 ഇൻറ്റു ഇതെന്ത് കിട്ടും? 1 പ്ലസ് i എന്ന ഫോം കിട്ടും. 1 പ്ലസ് i എന്ന ഫോം കിട്ടും. 1 പ്ലസ് i എന്ന പ്ലസ് അല്ല, പ്ലസ് ഓർ മൈനസ് വരുന്നുണ്ട്. പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് i എന്ന ഫോം കിട്ടും. ഇനി നമ്മൾ ഇതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്യാൻ പോകുന്നു. നോക്കിക്കോളെ, ഈ 1 പ്ലസ് i, ഈ 1 പ്ലസ് ഐയുടെ പോളാർ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്, അല്ലെങ്കിൽ ആർ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ ആരാണ്? റൂട്ട് 2 ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് സിംപ്ലിഫൈ ചെയ്താൽ π/4 കിട്ടും. സോ ഇ റൈസ് ടു ഐ π/4. ഇതാണ് പോളാർ ഫോം. 1 മൈനസ് ഐ ആണെങ്കിലോ ഇസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു ഇ റൈസ് ടു ആണ്. ഇ റൈസ് ടു എന്ത് കിട്ടുന്നത്? മൈനസ് ഐ π/4 എന്ന് കിട്ടും. കേട്ടോ? ഇത് രണ്ടുമല്ലേ നമുക്ക് കിട്ടുന്നത്. 1 പ്ലസ് ഐ ആൻഡ് 1 മൈനസ് ഐ റൂട്ട് 2 ഇൻറ്റു ഫോമിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരെ ഇതിൻ്റെ പോളാർ ഫോമിലേക്ക് എഴുതുമ്പോൾ റൂട്ട് 6/2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു എന്ത് എഴുതാ? ഇ റൈസ് ടു പ്ലസ് ഓർ മൈനസ് ഐ π/4 എന്ന് എഴുതാം. റൂട്ട് 2/2 ഉണ്ട്, ക്യാൻസലേഷൻ നടന്ന ഡിനോമിനേറ്ററിൽ റൂട്ട് 2 എന്ന് കിട്ടും. റൂട്ട് 6/√2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? റൂട്ട് 3 എന്ന് കിട്ടും. റൂട്ട് 3 ഇൻറ്റു ഇ റൈസ് ടു പ്ലസ് ഓർ മൈനസ് ഐ π/4 എന്ന് എഴുതാം. കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ഒരു റൂട്ട് ആൽഫയാണ്. ദാറ്റ് മീൻസ് ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു ഇ റൈസ് ടു ഐ π/4 എന്ന് എഴുതാ. ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു ദ സെക്കൻഡ് റൂട്ട് 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ π/4 എന്ന് എഴുതാം. ഓക്കെ, ഇത് രണ്ടും എഴുതാലോ അല്ലേ? ഇനി നമുക്ക് എന്താണോ കാണേണ്ടത് ഇതിലേക്ക് പോകുന്നു. കാണേണ്ടത് എന്തായിരുന്നു? ആൽഫ റൈസ് ടു 99 ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് ആൽഫ റൈസ് ടു 98 അല്ലേ? അത് ഏത് ഫോമിലുണ്ട് എന്നാ പറഞ്ഞേ? 3 റൈസ് ടു n ഇൻറ്റു എ പ്ലസ് ഐ ബി ഫോമിലേക്ക്. ആ ഫോമിലേക്ക് എഴുതി കൊണ്ടുപോയിട്ട് എന്നും എയും ബി എന്താണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ഞാൻ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. ആൽഫ റൈസ് ടു 98 കോമൺ ഔട്ട് ചെയ്യുന്നു. ആൽഫ റൈസ് ടു 98 കോമൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ കിട്ടുന്നത്? ആൽഫ ബൈ ബീറ്റ പ്ലസ് 1 എന്ന് കിട്ടും. അല്ലേ കിട്ടാ? ഇതിനെ ഒന്നും കൂടി എങ്ങനെ മാറ്റി ചെയ്താ? ആൽഫ റൈസ് ടു 98 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ എന്ത് എഴുതാ? ബീറ്റ എന്ന് എഴുതാ. ആൽഫ കോംപ്ലക്സ് നമ്പർ ആണ്, കോംപ്ലക്സ് റൂട്ടാണ്. ബീറ്റ അതിൻ്റെ കോൺജുഗേറ്റ് ആണ്.
കോൺജുഗേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ചില തിയറികളുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റും ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് സെറ്റ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ് അല്ലേ? അപ്പോൾ അതേപോലെ റിയൽ പാർട്ട് ഓഫ് ആർ ഇ റേസ് ടു ഐ തീറ്റ. ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അല്ലേ? ഇതിൻ്റെ റിയൽ പാർട്ട് ആരാണെന്ന് ചോദിച്ചാൽ ആർ ഇൻറ്റു കോസ് തീറ്റ ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കണം. ആർ ഇൻറ്റു കോസ് തീറ്റ ആണ്. ഇനിയോ ആദ്യം ആൽഫ എന്താ തന്നത്? ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 ഇൻറ്റു ഇ റേസ് ടു ഐ പൈ ബൈ 4 എന്നാ തന്നിരിക്കുന്നത്. അപ്പോൾ ആൽഫ റേസ് ടു 98 ആണ് ആദ്യം വന്നിരിക്കുന്നത് എന്ന് പറയുമ്പം √3 ഹോൾ റേസ് ടു 98 എന്ന് കിട്ടും ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു 98 പൈ ബൈ 4 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കേസിൽ ആർ ഇൻറ്റു കോസ് തീറ്റ അല്ലേ നമ്മൾ ഏത് ഫോം? ഈ സെറ്റും സെറ്റ് കോൺജുഗേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ആർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആർ എന്ന് പറഞ്ഞാൽ √3 ആണ്. √3 ഇൻറ്റു കോസ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? പൈ ബൈ 4. ഞാൻ ഈ വാല്യൂസ് ഒക്കെ ഇവിടെ എഴുതാൻ പോകുന്ന ആദ്യം ആൽഫ റേസ് ടു 98 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആൽഫ റേസ് ടു 98 എന്ന് പറഞ്ഞത് കൊണ്ട് ആദ്യം തന്നെ അത് എഴുതി വെക്കാലോ. √3 ഹോൾ റേസ് ടു 98 ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു 98 പൈ ബൈ 4 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ സെറ്റ് പ്ലസ് സെറ്റ് കോൺജുഗേറ്റ് 2 ഇൻറ്റു റിയൽ സെറ്റ്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു വേണ്ടേ അല്ലേ? 2 ഇൻറ്റു അങ്ങനെ തന്നെ അല്ലേ എഴുതാ? അപ്പൊ 2 ഇൻറ്റു റിയൽ സെറ്റ് ആർ കോസ് തീറ്റ. ആർ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു കോസ് പൈ ബൈ 4. കോസ് പൈ ബൈ 4 അല്ലേ? ഡിവൈഡഡ് ബൈ ബീറ്റ. ബീറ്റ എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ പൈ ബൈ 4 എന്ന് എഴുതാലോ. ഇവിടെ എന്താ സംഭവിക്കുക? √3 കട്ടായി. ഇനിയോ √3 റേസ് ടു 98 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു എത്രയാണ്? 49. 3 റേസ് ടു 49 കിട്ടിയല്ലോ. ഇനി എന്തുണ്ട്? ഇനി നിങ്ങൾ നോക്കിക്കോളെ, ഇതിൻ്റെ വാല്യൂ 1/√2 ആ. 2 ഇൻറ്റു 1/√2 എന്ന് പറഞ്ഞാൽ √2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ √2 എന്ന് എഴുതുന്നു. ഇനി നോക്കിക്കോളെ, ഇത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പം ഇ റേസ് ടു ഐ പൈ ബൈ 4 ആണല്ലോ. ഇവിടെ ഇ റേസ് ടു 98 പൈ ബൈ 4 ഉണ്ടല്ലോ. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പം ഇ റേസ് ടു ഐ ഇൻറ്റു 99 പൈ ബൈ 4 എന്ന് എഴുതാലോ അല്ലേ? ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ? മക്കളെ അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? അതിലെ ആദ്യം ഞാൻ ഇ റേസ് ടു തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. കോസ് 99 പൈ ബൈ 4 എന്താണെന്ന് കണ്ടെത്തും. കോസ് 99 പൈ ബൈ 4 കോസ് ഓഫ് എന്ത് ചെയ്താ 96 പൈ ബൈ 4 പ്ലസ് 3 പൈ ബൈ 4 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിക്കൂടെ അല്ലേ? കോസ് ഓഫ് 2n പൈ പ്ലസ് തീറ്റ എന്ന ഫോമിലേക്ക് മാറിയില്ലേ? കോസ് ഓഫ് 2n പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? കോസ് 3 പൈ ബൈ 4 എന്താ കിട്ടുക? കോസ് ഓഫ് 3 പൈ ബൈ 4ന്റെ വാല്യൂ എന്താണ്? -1/√2 ആണ്. ഇതേപോലെ നിങ്ങൾ സൈൻ 99 പൈ ബൈ 4 സിംപ്ലിഫൈ ചെയ്താൽ ഇതേപോലെ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 1/√2 കിട്ടും. അപ്പോൾ ആ വാല്യൂ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നു. 3 റേസ് ടു 49 ഇൻറ്റു √2 ഇൻറ്റു അല്ലേ? അപ്പോൾ ഇ റേസ് ടു ഐ തീറ്റ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. അപ്പോൾ കോസ് 99 പൈ ബൈ 4 എന്ന് പറയുമ്പം ഇത് -1/√2 പ്ലസ് ഐ ഇൻറ്റു 1/√2 എന്ന് എഴുതാം. √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. ബ്രാക്കറ്റിന് പുറമേ ഉണ്ടല്ലോ. √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? നോക്കണേ. ഈസ് ഈക്വൽ ടു 3 റേസ് ടു 49 ഇൻറ്റു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 പ്ലസ് ഐ എന്ന് കിട്ടും അല്ലേ? ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്നുകൂടി നമ്മൾ എഴുതാൻ പോകുന്ന അടുത്ത പേജിലേക്ക്. ഈസ് ഈക്വൽ ടു 3 റേസ് ടു 49 ഇൻറ്റു -1 പ്ലസ് ഐ ആണ്. അത് ഏത് ഫോമിലാണെന്നാ ക്വസ്റ്റ്യൻ പറഞ്ഞത്? 3 റേസ് ടു n ഇൻറ്റു a പ്ലസ് ഐ ബി ഫോമിലാണെന്നാണ് പറയുന്നത്. കമ്പയർ ചെയ്യുമ്പം n എത്ര കിട്ടി? 49 എന്ന് കിട്ടി അല്ലേ? a എത്രയാണ്? -1. b എത്രയാണ്? 1 എന്ന് കിട്ടിയല്ലോ. കാണേണ്ടത് എന്തായിരുന്നു? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? n പ്ലസ് എ പ്ലസ് ബി ആണ് കാണാൻ പറഞ്ഞത്. n പ്ലസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 49 പ്ലസ് -1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 49 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടി? 49 എന്ന് കിട്ടും
കേട്ടോ. അപ്പോൾ പോളാർ ഫോം ആണ്, നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും പോളാർ ഫോമിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ ദ ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 49 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ.